നമസ്കാരം. നമ്മൾ വാങ്ങുന്ന ഓരോ സാധനത്തിന് പിന്നിലും ഒരു എന്തുകൊണ്ട് എന്ന ചോദ്യമുണ്ടല്ലേ? ആ ചോദ്യത്തിനുള്ള ഉത്തരം അതാണ് ഇന്നത്തെ കാലത്തെ മാർക്കറ്റിംഗിന്റെ എല്ലാം അടിത്തറ. അപ്പോൾ ഇന്ന് നമ്മൾ ആ എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. നമ്മുടെ വിഷയം കൺസ്യൂമർ ബിഹേവിയർ. നിങ്ങൾ അവസാനമായി വാങ്ങിയ ഒരു സാധനത്തെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. ചിലപ്പോൾ അതൊരു ഫോണായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ്. ഇനി അതൊന്നുമല്ലെങ്കിൽ ഒരു കപ്പ് കാപ്പി. എന്തുമാകട്ടെ, എന്തിനാ നിങ്ങളത് വാങ്ങിയത്? വില കുറവായതുകൊണ്ടാണോ, അതോ ഫ്രണ്ട്സൊക്കെ പറഞ്ഞതുകൊണ്ടോ? ഈയൊരു സിമ്പിൾ ചോദ്യത്തിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ രഹസ്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര ഇങ്ങനെയായിരിക്കും. ആദ്യം തന്നെ എന്താണ് ഈ കൺസ്യൂമർ ബിഹേവിയർ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. പിന്നെ ഒരു ബയിങ് ഡിസിഷൻ, അതായത് ഒരു സാധനം വാങ്ങാനുള്ള തീരുമാനം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കും. അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും. അതിനുശേഷം മാർക്കറ്റർമാർ ഉപയോഗിക്കുന്ന സെഗ്മെന്റേഷൻ, ടാർഗറ്റിംഗ് പോലുള്ള കിടിലൻ തന്ത്രങ്ങളെക്കുറിച്ചും, അവസാനം നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ബ്രാൻഡ് എങ്ങനെയാണ് ഇടം പിടിക്കുന്നത്, അതായത് പൊസിഷനിങ്ങിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് കൺസ്യൂമർ ബിഹേവിയർ? ഒരു മാർക്കറ്ററുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണിത്. കാരണം ഇത് കസ്റ്റമറുടെ മനസ്സ് വായിക്കാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ എന്താണ് കൺസ്യൂമർ ബിഹേവിയർ? വളരെ സിമ്പിളായി പറഞ്ഞാൽ, വ്യക്തികളോ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഓർഗനൈസേഷനുകളോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ എങ്ങനെ തിരഞ്ഞെടുക്കുന്നോ, വാങ്ങുന്നോ, ഉപയോഗിക്കുന്നോ, പിന്നെ അതെങ്ങനെ ഒഴിവാക്കുന്നു എന്ന് പഠിക്കുന്നതിനെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് ഒരു സാധനം വാങ്ങുന്ന ആ ഒരു നിമിഷം മാത്രമല്ല, അതിനു മുൻപും ശേഷവുമുള്ള എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഭാഗമാണ്. ഈ കൺസ്യൂമർ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ബയിങ് ഡിസിഷൻ പ്രോസസ്, അതായത് വാങ്ങാനുള്ള തീരുമാനമെടുക്കുന്ന ആ ഒരു പ്രോസസ്സ്. പിന്നെ വരുന്നത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അഥവാ നമ്മുടെ മാനസികമായ കാര്യങ്ങൾ. അതുപോലെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്, അതായത് സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ. പിന്നെ പേഴ്സണൽ ഫാക്ടേഴ്സ്, അഥവാ വ്യക്തിപരമായ കാര്യങ്ങൾ. അവസാനമായി സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, അതായത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഘടകങ്ങൾ. ഇവ ഓരോരും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. നമ്മൾ ഓരോ തവണ ഒരു സാധനം വാങ്ങുമ്പോഴും അത് ചെറുതായാലും വലുതായാലും ഒരു പ്രത്യേക വഴിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതിനെയാണ് നമ്മൾ കൺസ്യൂമേഴ്സ് ജേർണി എന്ന് പറയുന്നത്. ഈ യാത്രയ്ക്ക് പ്രധാനമായും 5 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേത് നീഡ് റെക്കഗ്നീഷൻ, അതായത് നമുക്കൊരാവശ്യം വരുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഫോൺ കേടായി പുതിയൊരെണ്ണം വേണം. രണ്ടാമത്തെ സ്റ്റേജ് ഇൻഫർമേഷൻ സെർച്ചാണ്. നിങ്ങൾ പുതിയ ഫോണുകളെക്കുറിച്ച് ഓൺലൈനിലും കൂട്ടുകാരോടുമൊക്കെ അന്വേഷിക്കാൻ തുടങ്ങും. മൂന്നാമത്തേത് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. കയ്യിലുള്ള ഓപ്ഷൻസ്, അതായത് പല ബ്രാൻഡുകളും മോഡലുകളും തമ്മിൽ താരതമ്യം ചെയ്യും. നാലാമത് പേർച്ചേസ് ഡിസിഷൻ. ഒടുവിൽ ഒരെണ്ണം വാങ്ങാൻ നമ്മൾ തീരുമാനിക്കുന്നു. അവസാനത്തേതാണ് പോസ്റ്റ് പേർച്ചേസ് ബിഹേവിയർ. ഫോൺ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് സന്തോഷമായോ അതോ നിരാശ തോന്നിയോ എന്ന് നമ്മൾ വിലയിരുത്തും. നമ്മളെടുക്കുന്ന ഈ തീരുമാനങ്ങളൊന്നും ഒരു ശൂന്യതയിൽ നിന്ന് വരുന്നതല്ല, അല്ലേ? അതിനെ രൂപപ്പെടുത്തുന്ന ഒരുപാട് ശക്തികളുണ്ട്, നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും. ആ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ വിഭാഗമാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അഥവാ മാനസിക ഘടകങ്ങൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊക്കെ ഉപഭോക്താവിന്റെ മനസ്സിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ എല്ലാം ഇതിൽ വരും. ഇതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. 1. മോട്ടിവേഷൻ, അതായത് ഒരു സാധനം വാങ്ങാനുള്ള നമ്മുടെ പ്രേരണ. വിശക്കുമ്പോൾ ഭക്ഷണം വാങ്ങാൻ തോന്നുന്നത് ഒരു മോട്ടിവേഷനാണ്. പിന്നെ പെർസെപ്ഷൻ, നമ്മൾ ഒരു ബ്രാൻഡിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത്. ലേണിംഗ്, പഴയ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീണ്ടും വാങ്ങാൻ സാധ്യതയുണ്ട്. അവസാനമായി ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്, ഒരു ബ്രാൻഡിനെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസങ്ങളും മനോഭാവവും. ഇനി പുറത്തുനിന്നുള്ള സ്വാധീനങ്ങളെക്കുറിച്ച് സംസാരിക്കാം. സോഷ്യൽ ഫാക്ടേഴ്സും കൾച്ചറൽ ഫാക്ടേഴ്സും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള സർക്കിൾ, അതായത് കുടുംബം, സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള ആളുകൾ. പക്ഷേ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വലുതാണ്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ പൊതുവായ മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, അതൊക്കെയാണ്. ഇതിലെ പ്രധാനപ്പെട്ട സ്വാധീനങ്ങൾ നോക്കൂ. കുടുംബം, ഒരു സംശയമില്ല, നമ്മുടെ തീരുമാനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒന്നാണ്. പിന്നെ റെഫറൻസ് ഗ്രൂപ്പ്സ്, അതായത് നമ്മുടെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വരെയാകാം. അതുപോലെ കൾച്ചർ, സബ് കൾച്ചർ, സോഷ്യൽ ക്ലാസ്, ഇതെല്ലാം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങളെയും തിരഞ്ഞെടുപ്പുകളെയും ശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. ഓക്കേ,
ഇതുവരെ നമ്മൾ ഉപഭോക്താവിനെ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ഈ അറിവ് മാർക്കറ്റർമാർ എങ്ങനെയാണ് അവരുടെ തന്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെയാണ് സെഗ്മെന്റേഷൻ, ടാർഗറ്റിംഗ് എന്നീ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം വരുന്നത്. അപ്പോൾ എന്താണ് ഈ മാർക്കറ്റ് സെഗ്മെന്റേഷൻ? ഒരു വലിയ മാർക്കറ്റിനെ ഒന്നായി കാണാതെ അതിനെ ഒരേപോലെയുള്ള ആവശ്യങ്ങളോ സ്വഭാവങ്ങളോ ഉള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി വിഭജിക്കുന്ന പ്രോസസ്സാണിത്. ഇങ്ങനെ ചെയ്യുന്നത് ഓരോ ഗ്രൂപ്പിനെയും കൂടുതൽ കൃത്യമായി സമീപിക്കാൻ മാർക്കറ്റർമാരെ സഹായിക്കും. മാർക്കറ്റിനെ ഇങ്ങനെ വിഭജിക്കാൻ പ്രധാനമായും 4 വഴികളുണ്ട്. ഒന്നാമത്തേത് ഡെമോഗ്രാഫിക്, അതായത് പ്രായം, വരുമാനം, ജെൻഡർ എന്നിവയുടെ അടിസ്ഥാനത്തിൽ. രണ്ടാമത്തേത് ജിയോഗ്രാഫിക്, താമസിക്കുന്ന സ്ഥലം, അവിടുത്തെ കാലാവസ്ഥ എന്നിവയൊക്കെ നോക്കി. മൂന്നാമത്തേത് സൈക്കോഗ്രാഫിക്, ആളുകളുടെ ജീവിതശൈലി, മൂല്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ. അവസാനമായി ബിഹേവിയറൽ, അതായത് ഒരു ബ്രാൻഡിനോടുള്ള അവരുടെ പെരുമാറ്റം എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ. ഇങ്ങനെ മാർക്കറ്റിനെ പല ഗ്രൂപ്പുകളാക്കി തിരിച്ച ശേഷം കമ്പനി അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കും. ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ഉൽപ്പന്നം വാങ്ങാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആളുകളായിരിക്കും ഇവർ. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. പൊസിഷനിംഗ്. ഉപഭോക്താക്കളുടെ മനസ്സിൽ ഒരു ബ്രാൻഡിന് എങ്ങനെ ഒരു വ്യക്തമായ സ്ഥാനം അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണിത്. മറ്റൊരുപാട് ഓപ്ഷൻസ് ഉള്ളപ്പോൾ കസ്റ്റമേഴ്സ് എന്തിന് നിങ്ങളുടെ ഉൽപ്പന്നം തിരഞ്ഞെടുക്കണം? ഈ ഒരു ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പൊസിഷനിംഗ് എന്ന് പറയുന്നത്. ഈ ഉദാഹരണം നോക്കിയാൽ സംഭവം ക്ലിയർ ആകും. വോൾവോ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് സേഫ്റ്റി അഥവാ സുരക്ഷയാണ്. ആപ്പിൾ എന്ന് കേട്ടാലോ ഇന്നവേഷനും പ്രീമിയം ക്വാളിറ്റിയും. അതുപോലെ നൈക്കി പെർഫോമൻസും പ്രചോദനവും തരുമ്പോൾ ടൊയോട്ട വിശ്വാസ്യതയും ഉറപ്പു നൽകുന്നു. ഓരോ ബ്രാൻഡും കസ്റ്റമറുടെ മനസ്സിൽ ഒരു പ്രത്യേക വാക്ക് അല്ലെങ്കിൽ ആശയം സ്വന്തമാക്കിയിരിക്കുകയാണ്. അതാണ് ശരിയായ പൊസിഷനിംഗ്. അപ്പോൾ ഈ പൊസിഷനിങ്ങിന്റെ ശക്തി എന്തൊക്കെയാണ്? ഇത് നമ്മളെ എതിരാളികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു, വ്യക്തമായ ഒരു ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കുന്നു, ഉപഭോക്താക്കളുടെ വിശ്വസ്തത നേടിയെടുക്കാൻ സഹായിക്കുന്നു. അങ്ങനെ വലിയ മത്സരമുള്ള ഈ മാർക്കറ്റിൽ നമുക്കൊരു മുൻതൂക്കം നൽകുന്നു. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചോദ്യം: ഏത് ബ്രാൻഡാണ് നിങ്ങളുടെ മനസ്സിൽ ഇതുപോലെ കൃത്യമായ ഒരു സ്ഥാനം നേടിയെടുത്തിട്ടുള്ളത്? ഒരുപക്ഷെ നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച ആ ബ്രാൻഡ് ഏതായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ ചിന്തിക്കുക.